ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു സ്വർണ പക്ഷിയുടെ പാട്ട് കേൾക്കാൻ. സൂര്യനേക്കാൾ തിളക്കമുള്ള ആ പക്ഷി വളരെ മാധുര്യത്തോടു കൂടിയാണ് പാട്ട് പാടിയിരുന്നത്. അത് കേൾക്കുന്ന എല്ലാവരുടെയും ഉള്ളം സന്തോഷം കൊണ്ട് തുളുമ്പുമായിരുന്നു. ആ രാജാവിന് 3 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. മൂത്തവർ 2 പേരും ചെറിയ അഹങ്കാരികളായിരുന്നു. പക്ഷേ ഇളയവൻ ലൂയിസ് പാവവും ബുദ്ധിമാനുമായിരുന്നു. ഒരു ദിവസം രാജാവിന്റെ തോട്ടത്തിലെ സ്വർണപ്പഴങ്ങൾ കാണാനില്ല എന്ന് രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആരിവിടെ? ആരാണ് എന്റെ തോട്ടത്തിൽ നിന്ന് പഴങ്ങൾ മോഷ്ടിക്കുന്നത്? ആരാണ് ഈ കൃത്യം ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനായി രാജാവ് തന്റെ 3 പുത്രന്മാരോടും കൽപ്പിച്ചു. ആദ്യത്തെ ദിവസം തന്റെ മൂത്ത മകൻ കള്ളനെ പിടിക്കാനായി കാത്തിരുന്ന് രാത്രിയായപ്പോൾ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസവും ഇത് തന്നെ സംഭവിച്ചു. രാജാവിന്റെ 2ാമത്തെ മകനും ഉറങ്ങിപ്പോയി. 3ാമത്തെ ദിവസം ലൂയിയുടെ അവസരമായിരുന്നു. അവൻ രാത്രി മുഴുവൻ ഉണർന്ന് ആ സ്വർണ പക്ഷിയെ കണ്ടു. സ്വർണ പക്ഷിയായിരുന്നു ആ സ്വർണ പഴങ്ങൾ മോഷ്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവൻ എത്ര ശ്രമിച്ചെന്നാലും ആ പക്ഷിയുടെ ഒരു തൂവൽ പിടികൂടാൻ മാത്രമേ അവന് സാധിച്ചുള്ളൂ. ഇത് കണ്ട രാജാവിന് വളരെയധികം സന്തോഷമായി. ആ സ്വർണ കിളിയെ കാണാനുള്ള ആഗ്രഹം ഒന്നുകൂടെ വർദ്ധിക്കുകയും ചെയ്തു. അതിനെ പിടിക്കാനായി ലൂയിസ് അങ്ങനെ ഒരു യാത്ര ഇറങ്ങി. ഒരുപാട് തപ്പി അലഞ്ഞ് അവസാനം ലൂയിസ് ആ സ്വർണ പക്ഷിയെ കണ്ടുപിടിച്ചു. അവന്റെ ബുദ്ധിയും സൂത്രവും ഉപയോഗിച്ച് അതിനെ പിടികൂടി തിരിച്ചു മടങ്ങി. കൊട്ടാരത്തിലേക്ക് വരുന്ന വഴി അവന്റെ അഹങ്കാരികളായ ജ്യേഷ്ഠന്മാർ അവനെ വഴിയിൽ തടഞ്ഞു നിർത്തി അവന്റെ കയ്യിൽ നിന്ന് ആ കിളിയെ കരസ്ഥമാക്കി. അവനെ വഴിയിൽ ഉപേക്ഷിച്ചതിന് ശേഷം അവർ ആ കിളിയെ കൊണ്ട് രാജാവിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ 2 പേരും കൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ കിളിയെ പിടികൂടിയത്. ലൂയിസിനെ ആണെങ്കിൽ കാണാൻ പോലുമില്ല, അവൻ എങ്ങോട്ടോ പോയി. രാജാവ് തന്റെ മക്കളെ അഭിനന്ദിച്ചു. പക്ഷേ ആ സ്വർണ പക്ഷി ഒന്നുമേ ഭക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആരുടെയൊക്കെയോ സഹായത്താൽ വനത്തിൽ നിന്ന് ലൂയി തിരിച്ചെത്തി. അപ്പോൾ ലൂയിയെ കണ്ട സന്തോഷത്തിൽ ആ സ്വർണ കിളി ഭക്ഷിക്കാനും വീണ്ടും മനോഹരമായി പാടാനും തുടങ്ങി. അപ്പോൾ രാജാവിന് കാര്യം പിടികിട്ടി. തന്റെ മൂത്ത 2 പുത്രന്മാരും കള്ളം പറയുകയായിരുന്നെന്നും ലൂയിയാണ് യഥാർത്ഥത്തിൽ ആ പക്ഷിയെ പിടികൂടിയതെന്നും രാജാവിന് മനസ്സിലായി. അങ്ങനെ ലൂയിക്ക് തക്കതായ അഭിനന്ദനങ്ങൾ ലഭിക്കുകയും ഒരുപാട് സ്നേഹം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഗുണപാഠം എന്താണ്? സത്യം എന്നും വിജയിക്കും.